നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 9 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റുള്ള 10ാം ക്ലാസ്സുകാരൻ അനന്തുവിന്റെ മരണത്തിൽ രാഷ്ട്രീയ പോര് തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് മലപ്പുറത്ത് ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുകയാണ്. ബിനോയ്, ഇനി നിലമ്പൂരിൽ ജനവിധി തേടാൻ 9 നാൾ മാത്രമാണ് നിലവിലുള്ളത്. പ്രധാന നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം എന്താണ്? തെരഞ്ഞെടുപ്പിന് ഇനി 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിലാണ് എല്ലാ മുന്നണികളും ഒരുപോലെ പ്രവർത്തന രംഗത്തും പ്രചരണ രംഗത്തും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിലമ്പൂരിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പോര് ശക്തമാക്കാൻ തന്നെയാണ് ഇരു മുന്നണികളുടെയും നീക്കം. അതിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസ് ആകട്ടെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലല്ല മറ്റു തരത്തിൽ നിലമ്പൂരിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വ്യക്തമായി മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒപ്പം അനന്തുവിന്റെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നതുവരെ ആ വിഷയം തന്നെ മുന്നോട്ട് ഉന്നയിച്ചു കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. CPM ആകട്ടെ ഭരണപരമായ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളിലേക്ക് കടക്കുന്നു. 12 തീയതി മുതൽ 14 തീയതി വരെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രചരണത്തിനായി എത്തും. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് 9 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഡിബിനോയ്, ഒപ്പം തന്നെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് മലപ്പുറത്ത് ചേരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് അടുത്ത 9 ദിവസം പാർട്ടി നടത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മലപ്പുറത്ത് ചേരുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വനംമന്ത്രി നടത്തിയ പ്രസ്താവന വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അത് ഖണ്ഡനം ചെയ്യുന്നതിന് എന്ത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. എന്തായാലും തന്നെ ഇരു മുന്നണികൾക്കും അവിടുത്തെ പോരാട്ടം ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് ചേരുന്നത് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ തരത്തിൽ ഇലക്ഷൻ പ്രചരണ രംഗത്തേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ ഓഫീസിലേക്ക് ഉൾപ്പെടെ വലിയ തരത്തിലെ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എല്ലാ മുന്നണികളും വലിയ ശക്തിയായ പ്രകടനം അല്ലെങ്കിൽ പ്രചരണ പരിപാടികൾ കാഴ്ചവെക്കുമ്പോഴേക്കും CPIMന്റെ അടവ് നയം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇരു മുന്നണികൾക്കും ഈ സീറ്റ് വിജയിച്ചേ മതിയാകുള്ളൂ. 3ാം വട്ടം ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് അധികാരത്തിൽ വരിക എന്നുള്ള ഇടതുമുന്നണിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ആദ്യ ചവിട്ടുപടി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയമാണ്. തൊട്ടു പിന്നാലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വിജയവും. ഇത് രണ്ടും കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് LDF നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. UDF ആകട്ടെ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള മേൽക്കൈ നേടാൻ കഴിയുകയുള്ളൂ. ഒപ്പം നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചുകൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഇരു മുന്നണികൾക്കും അഭിമാന പോരാട്ടത്തിന്റെ ദിവസങ്ങളിലേക്കാണ് നമ്മളിനി കടന്നു വരാൻ പോകുന്നത്. 12 തീയതി രാത്രിയോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ എത്തിച്ചേരും. 13 തീയതി റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 13, 14, 15 തീയതികളിൽ മുഖ്യമന്ത്രി നിലമ്പൂരിലെ വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം അൻവർ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ നേരത്തെ ഉന്നയിച്ച വന്യമൃഗശല്യവും കൃഷിനാശവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അനന്തുവിന്റെ മരണത്തിൽ തുടർന്നും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അങ്ങനെ തന്നെയായിരുന്നു. താൻ എന്താണോ സർക്കാരിന് മുന്നിലേക്ക് ഉന്നയിച്ചത് ആ വിഷയങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം ഒരു കുട്ടിയുടെ മരണം ഉൾപ്പെടെ ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള വോട്ട് PV അൻവറിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ PV അൻവറും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രചാരണ ചൂടിലേക്ക് നിലമ്പൂർ കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതേസമയം കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം പ്രചരണത്തിനായി അവിടെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF കൺവീനർ ഉണ്ട്, ഒപ്പം പ്രതിപക്ഷ നേതാവുണ്ട്, KPCC അധ്യക്ഷനുണ്ട്. ഇവർ 3 പേരും തന്നെയാണ് അതിലെ മുഖ്യ ആകർഷണം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പ്രതിപക്ഷ നേതാവ്
പ്രതിപക്ഷ നേതാവ് നേരിട്ട് നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക. ഓരോ പഞ്ചായത്തുകളിലെയും പ്രവർത്തനങ്ങൾ അതത് ദിവസങ്ങളിൽ തന്നെ വിലയിരുത്തി അവിടെ ഉണ്ടാകുന്ന കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം യുവ MLA-മാരെ കളത്തിലിറക്കിക്കൊണ്ട് വോട്ട് പിടിക്കുന്ന രീതികൾ മറ്റൊരു തരത്തിലേക്ക് മാറുന്നു. അങ്ങനെ UDF പരമാവധി ശക്തി ഉപയോഗിച്ചൊരു പ്രചരണം നടത്തുകയാണ് നിലമ്പൂരിൽ. LDF ആകട്ടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണപരമായ നേട്ടങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമീപകാലത്തുണ്ടായ വികസന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടുമൊക്കെ LDF മുന്നോട്ട് പോകും. എന്തായാലും ശക്തമായ പോരാട്ടച്ചൂടിലേക്ക് നിലമ്പൂർ കടക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായും LDF-ഉം UDF-ഉം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ കളത്തിലിറക്കിക്കൊണ്ടുള്ള പോര് മുറുകുകയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ആരവങ്ങളില്ലാതെ പ്രചാരണവുമായി തന്നെയാണ് PV അൻവർ മുന്നോട്ടു പോകുന്നത്. പ്രധാനമായും വന്യജീവി സംഘർഷം തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ ഈ നിലവിൽ അനന്തുവിന്റെ മരണത്തിൽ രാഷ്ട്രീയ പോരും തുടരുകയാണ്, അല്ലെ ബിനോയ്? തീർച്ചയായും അനന്തുവിന്റെ മരണം സംബന്ധിച്ച് മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ ദോഷം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോഴും ഇടതുമുന്നണി നേതാക്കന്മാർ വിശ്വസിക്കുന്നത്. കാരണം അത് അനവസരത്തിലായിപ്പോയി. ഈ ഗൂഢാലോചന എന്ന പദം ഉപയോഗിച്ചത് കൃത്യമായും കോൺഗ്രസ് അത് ആ വാക്ക് തന്നെ എടുത്തുകൊണ്ട് ആണ് അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ പ്രചരണ പരിപാടി CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ AK ശശീന്ദ്രനെ ഫോണിൽ വിളിച്ചു തന്റെ അസംതൃപ്തി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെ AK ശശീന്ദ്രൻ മലക്കം മറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് താൻ ഒരിക്കൽ പോലും ഗൂഢാലോചന എന്നൊരു പദം ഉപയോഗിച്ചിട്ടില്ല, രാഷ്ട്രീയ മുതലെടുപ്പിന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചത്. അത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുകയാണ് നിലമ്പൂർ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. മാത്രവുമല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, BJP സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശക്തി ആർജിച്ച് പ്രവർത്തിക്കുന്നു. അവരുടെ ലക്ഷ്യം മലയോര മേഖലകളിൽ നിന്നുള്ള വോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കിയിരിക്കുന്നത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് അപ്പുറം അവർ കാണുന്നത് വലിയ തരത്തിൽ വോട്ട് പിടിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതായത് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കഴിയാവുന്നത്ര സീറ്റുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ കണ്ടെത്തുക എന്നൊരു നീക്കം കൂടി ഇതിന് അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഒരു മന്ദതയിലായിരുന്നു BJP. കാരണം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു. ആ ആശങ്ക ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ BJPക്ക് കേരള കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിക്കൊണ്ട് അവർ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും ഒരു അഭിമാന പോരാട്ടമായി നിലമ്പൂർ മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാം തന്നെ ഈ പ്രചരണ രംഗത്തേക്ക് എത്തുമ്പോഴേക്കും വലിയ തരത്തിലേക്ക് ചൂട് കൂടും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നിലമ്പൂരിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ നിലമ്പൂർ ഒരിക്കൽ പോലും പൂർണ്ണമായും ഒരു മുന്നണിയെയോ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ചിട്ട് ഒരു സംസ്കാരം ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി അപ്പോൾ അവരുടെ മുന്നിലേക്ക് എത്തുന്ന പ്രചരണ വിഷയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ അത് കൃത്യമായി വിശകലനം ചെയ്തും ചർച്ച ചെയ്തും പോകുന്നവർക്ക് വോട്ട് കൊടുത്തൊരു പാരമ്പര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു പാരമ്പര്യം ആണ് ഈ മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2 പ്രാവശ്യമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന LDF പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന് അറിയപ്പെടുന്ന PV അൻവറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF മുന്നോട്ട് വയ്ക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വാശിയേറിയൊരു മത്സരം അവിടെ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട PV അൻവർ ഉയർത്തിയ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളെ മറികടന്നേ മതിയാവുള്ളൂ. കാരണം ആര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പിതാവ് ജയിച്ചു വന്ന മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം നിലനിർത്തണം. M. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം തന്നെ ആ പ്രദേശത്താണ്. അങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്കും വലിയ തരത്തിൽ മത്സരം വലിയ തരത്തിലുള്ള മത്സരമായി മാറപ്പെടും. എന്തായാലും വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ പ്രചാരണ ചൂട് ഏറും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ശരി, വ്യക്തമാണ്. D. ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.